ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയും ഞണ്ട് ഫ്രൈയും ഉണ്ടാക്കാം. നിങ്ങൾ ഇതുപോലെയല്ല ഇതുവരെ കറി ഉണ്ടാക്കിയതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം. If you are watching our video for the first time, please subscribe, like, share and comment. 1 കിലോ ഞണ്ടാണിത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ് കിട്ടിയത്. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകി എടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലിയ കാലും ഒരു 3-4 ഉടലിൻ്റെ ഭാഗവും കറി വെക്കാനും എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി പോകേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണിത്. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയും അതുപോലെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഞണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ മസാല എല്ലാ ഭാഗത്തും എത്തിക്കിട്ടില്ല. ഇനി നമുക്കിത് രണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. നമ്മളെ ഞണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം ഇതിലുള്ളൂ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വറ്റിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കറി വെക്കാനുള്ളതിൽ അധികം വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സാമ്പാറിനൊന്നും വറുക്കുന്നത് പോലെയൊന്നും വറുക്കണ്ട കേട്ടോ. ഇതിൽ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 1 കിലോ ഞണ്ട് കറി വെക്കുന്നതാണെങ്കിൽ ഒരു തേങ്ങ തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ കറി കട്ടി കിട്ടില്ല. ഈ ഒരു രീതിക്കാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടിയാൽ നമ്മളെ കറി കയ്പ്പടിക്കും. ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാകുമ്പോൾ നല്ല മല്ലിയുടെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തേങ്ങ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം ചൂടാറിയാൽ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരക്കുമ്പോഴാണ് നല്ലോണം അരിഞ്ഞ് കിട്ടുക. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത തേങ്ങ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. നമ്മൾ ഇതുപോലത്തെ മീൻ കറിക്കും ഏത് കറിയാണെങ്കിലും വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് എല്ലാം മുരിഞ്ഞ് വന്നാൽ നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഞാൻ താളിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാകുക. പിന്നെ ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഞണ്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അധികം എണ്ണേൻ്റെ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ കടായിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നോൺ സ്റ്റിക്കെല്ലാം പോകും. ഇതിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും ടേസ്റ്റെല്ലാം ഉണ്ടാകും. എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. പിന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഞണ്ട് ഫ്രൈയും അതുപോലെ കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ഈ കറി നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെയാണ് ഉണ്ടാക്കിയത്. ചില കറി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞണ്ട് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.